മക്കളെ നമ്മളെല്ലാവരും കാത്തിരുന്ന RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളോട് പറയുക. കാരണം ഒരുപാട് ആശങ്കകൾ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? 10ാം ക്ലാസ് ആയിരിക്കുമോ, ITI ആയിരിക്കുമോ, അതോ വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ? ITI ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ എയറിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിൽ RRB ഒഫീഷ്യലായിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 9/2025 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പറിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. മക്കളെ, നിങ്ങൾക്ക് ITI ഇല്ല എങ്കിലും കുഴപ്പമില്ല, SSLC മാത്രം വെച്ച് അപ്ലൈ ചെയ്യാമെന്നുള്ള അടിപൊളി വിവരമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. SSLC മാത്രം മതി, നിങ്ങൾക്ക് ITI വേണ്ട. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി മക്കളെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ. ഇതുവരെ നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നുവെങ്കിൽ, പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ധൈര്യമായി പഠിച്ചു തുടങ്ങിക്കോ, അടിപൊളിയായി പഠിച്ചു തുടങ്ങിക്കോ. 10ാം ക്ലാസ് മാത്രം മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം മക്കളെ. കൃത്യമായിട്ട് ഇതിൽ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കിപ്പോകാം. നോക്കി, ഇന്നലെ രാത്രിയിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. ഈ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 9/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. 9/2025. നോക്കിയേ, ലെവൽ 1 പോസ്റ്റുകളാണ്. 7 സാലറി കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് വരിക. ഇതിന്റെ എംപ്ലോയ്മെന്റ് നോട്ടീസ് ഓൾറെഡി 27/12/2025 വന്നതാണ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് തുടങ്ങുന്ന ഡേറ്റ് 31/1/2026. അതായത് ഇന്നു മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വളരെ കൃത്യമായി അപ്ലൈ ചെയ്യണം. ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ പാടില്ല. അതുകൊണ്ട് വ്യക്തമായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, നിങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ അത് എടുക്കാനായിട്ട് നോക്കാം മക്കളെ. അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്, ഇത് കണ്ടതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അല്ല എങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആവും, നിങ്ങൾക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല, വീണ്ടും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അതുകൂടി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഒരിക്കലും അല്ലാതെ ചാടി കയറി അപ്ലൈ ചെയ്യാൻ പോകരുത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഇതുപോലുള്ള എല്ലാ വിവരങ്ങളും ആദ്യമേ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിയിരിക്കും. കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കോ. വീഡിയോ വരുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ പറ്റും. നോക്കിയ മക്കളെ, 2/3/2026 ലാസ്റ്റ് ഡേറ്റ്. അതായത് മാർച്ച് മാസം 2ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, 18,000 രൂപ ഇനിഷ്യൽ പേ വരുന്ന പേ സ്കെയിലുള്ള ജോബാണ്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. 21,997, അതായത് ഏതാണ്ട് 22,000 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 22,000 ആണ്. ഇതിന് കൂടാനുള്ള സാധ്യതയുണ്ട്. 21,997 വേക്കൻസികൾ നിലവിൽ വന്നിട്ടുണ്ട്. 18 വയസ്സിന് 37 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു ജനറൽ കാറ്റഗറിക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒബിസിക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് OBC കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 18 വയസ്സിനും 38 വയസ്സിനും ഇടയിൽ പ്രായമാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് SC ST കാറ്റഗറിക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 5 വർഷം SC STക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് മുന്നോട്ട് വരാം മക്കളെ. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ട്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ അറിഞ്ഞു വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട്. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. A2, A3, B1, C1 അങ്ങനെ പല തരത്തിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സൂപ്പർ നോട്ട്സ് SSC RRB ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോടെ. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇന്ത്യൻ നാഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏജിന്റെ വർഷം കൂടി കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചോടാ. ഇതുകൂടി കണ്ടിട്ടേ അപ്ലൈ ചെയ്യാവൂ. 18 വയസ്സിന് 33 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. കോവിഡിന്റെ റിലാക്സേഷന് കിട്ടില്ല. 18 വയസ്സിന് 33 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇത് നിങ്ങളുടെ ഏജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1/1/2008നും 1/1/2008നും 2/1/1993 ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 1/1/2008നും 2/1/1993 ഇടയിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് OC കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. അതായത് അൺറിസർവ്ഡ് EWS കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു OBS നോൺ ക്രിമിനൽ ഉള്ള ആളാണ് എങ്കിൽ 1/1/2008നും
21/1990 ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു SC/ST കാറ്റഗറി ആണെങ്കിൽ 1/1/2008 2/1/1988 ഇടയിൽ ജനിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഏജ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചോ. ഈ ഏജ് കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC നോൺ ക്രിമിലിയർ 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട്. ബാക്കി ഏജ് റിലാക്സേഷന്റെ കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനക്സർ 1 പറഞ്ഞിരിക്കുന്നത്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ലാസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതായത് നിങ്ങൾ SSLC ഉള്ള ആളാണ്, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തിലെ SSLC നിങ്ങൾ കംപ്ലീറ്റ് ആയവർക്ക് 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ദെൻ നിങ്ങൾ ഫീസ് അടയ്ക്കുമ്പോൾ 500 രൂപയാണ് ജനറൽ കാറ്റഗറിക്കാരനും EWSകാർക്കും ഒക്കെയുള്ള ഫീസ് 500 രൂപയാണ്. നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിങ്ങളൊരു എക്സ് സർവീസ് മാൻ ആണെങ്കിൽ, നിങ്ങളൊരു PWD ആണെങ്കിൽ, അതേപോലെ അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ, നിങ്ങളൊരു ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് ഫീസ് വരിക. ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അടയ്ക്കുന്ന 500 രൂപയിൽ, മെയിൽ കാൻഡിഡേറ്റ് ഉൾപ്പെടെ അടയ്ക്കുന്ന 500 രൂപയിൽ നിങ്ങൾക്ക് 400 രൂപ റിട്ടേൺ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കൃത്യമായി പാസ്ബുക്ക് ഒക്കെ കൊടുത്താൽ 400 രൂപ നിങ്ങൾക്ക് റിട്ടേൺ വരും. 100 രൂപയാണ് ഫീസായിട്ട് പോകുക. നിങ്ങൾ 250 രൂപ അടയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ 250 രൂപയും റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. 1 രൂപ പോലും എന്ത് ചെയ്യത്തില്ല, RRB എടുക്കത്തില്ല. GST കാര്യങ്ങളോ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഫീസ് ഉണ്ട്, ഫീസ് കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കണം, ഒന്ന് നോക്കിയേക്കണം. എക്സാം എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ. എക്സാം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നീട് ബാക്കിയുള്ള ക്രൈറ്റീരിയ എല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്തുതരാം. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതിൻ്റെ ഏജ് മായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്നുള്ളതാണ്. നമുക്ക് ആ ഏജ് ലിമിറ്റും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനും വളരെ വേഗത്തിലൊന്ന് നോക്കി വരാം. ഇതാണ് മക്കളെ, ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. ഇതിൽ 14 പോസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. 14 പോസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അസിസ്റ്റന്റ് TRD, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് TL ആൻഡ് AC, ട്രെയിൻ ലൈറ്റ് ആൻഡ് AC, ദെൻ അസിസ്റ്റന്റ് S&T സിഗ്നൽ ആൻഡ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട്, പോയിന്റ്സ്മാൻ B, ദെൻ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീനർ മെയിൻ്റനർ 4, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൻ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, അസിസ്റ്റന്റ് PWay, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് S&T, അങ്ങനെ ഏതാണ്ട് 14 പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഈ 14 പോസ്റ്റുകളിലേക്കുമുള്ള ഏജ് എന്ന് പറയുന്നത് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കിയാൽ 10th പാസ് ഓർ, കണ്ടോ, 10th പാസ് ഓർ, ഒന്നെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത, അല്ലെങ്കിൽ ITI, നിങ്ങൾ ITI പഠിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെയാണ്, അല്ലെങ്കിൽ ഇക്വലന്റ് ഓർ NCVTയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ SSLC യോഗ്യത ഉണ്ടെങ്കിൽ മതി, വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. SSLC ഉള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, RRB ഗ്രൂപ്പ് D പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തും എത്രയാണ് വേക്കൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്ന ഓരോ സെഷനിലായിട്ട് ഞാൻ ചെയ്തു തരാം. ഇതിൽ ചെന്നൈ മാത്രം നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കിയാൽ, ചെന്നൈ മാത്രം നോക്കിയാണ്, ഇതാണ് ചെന്നൈയുടെ നോട്ടിഫിക്കേഷൻ വരിക. ചെന്നൈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നോക്കി വെച്ചോടാ. ചെന്നൈ മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് ചെന്നൈയാണ്, ചെന്നൈയുടെ സൗത്ത് റെയിൽവേയിൽ വരുന്നതാണ്. ഇവിടെ ഓരോന്നിനെ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ്, SR ചെന്നൈയിലാണ് വരിക. അതിന്റെ വേക്കൻസി ടോട്ടൽ 19 വേക്കൻസിയാണ് വരിക. 19 വേക്കൻസിയാണ് വരിക. അതേപോലെ അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൻ വരുന്നത് മെക്കാനിക്കലാണ്, 65 വേക്കൻസിയാണ് അവിടെ വരിക. ദെൻ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ 13 വേക്കൻസി, അസിസ്റ്റന്റ് TL ആൻഡ് AC 37 വേക്കൻസി, അസിസ്റ്റന്റ് PWayയിൽ വരുന്നത് 8 വേക്കൻസിയാണ്. ട്രാക്ക് മെയിൻ്റനർ 4ലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്, 556 വേക്കൻസി വരുന്നുണ്ട്. അസിസ്റ്റന്റ് S&Tയിൽ വരുന്നത് 30 വേക്കൻസിയാണ്. ദെൻ അതേപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീനിൽ 24 വേക്കൻസി, പോയിന്റ്സ്മാനിലും വേക്കൻസി കൂടുതലാണ്, 241. അസിസ്റ്റന്റ് TRDയിൽ 43 വേക്കൻസി. ഇതിൽ എനിക്ക് തോന്നുന്നു പോയിന്റ്സ്മാനൊക്കെ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യും. 241 വേക്കൻസിയാണ് അവിടെ ഉള്ളതെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതാണ് വേക്കൻസിയുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയാം. അപ്പൊ ഇത്രയും വേക്കൻസികളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഏതാണ്ട് ഒരു 1000-1100ഓളം വേക്കൻസികൾ അല്ലെ, ഏതാണ്ട് അത്രയും വേക്കൻസികൾ ഇവിടെ ഉണ്ട്, നമ്മുടെ ചെന്നൈയിലും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ബാക്കി ഓരോന്നും ഇവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ നോക്കാം. മക്കളെ, നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് റെഡിയാണ് എങ്കിൽ മക്കളെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം മാത്രം മതി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്കൊരു ജോലി നേടാൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. ഇതാണ് അതിന്റെ ബെസ്റ്റ് ടൈം. അതിനു വേണ്ടിയിട്ട് അശ്വ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ അശ്വ ബാച്ചിന്റെ പ്രത്യേകത ഇതാണ് മക്കളെ, കൃത്യമായിട്ട്
നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നൊരു ബാച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാച്ചാണ് ഈ ബാച്ച്. ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്, വളരെ വേഗത്തിൽ ക്ലോസ് ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോടാം. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ടോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോട്ടോ പോവുക. അതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടെ പോയിട്ട് സൂപ്പർ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അകത്ത് RRB എന്ന് കാണാൻ കഴിയും, അവിടെ കയറുക. അവിടെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കയറി നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണാം, ഡെമോ നോട്ട് വായിക്കാം. അതിനുശേഷം അഡ്മിഷൻ എടുത്താൽ മതിയാകും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കൃത്യമായ ക്ലാസ്സുകൾ, കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, ഇതെല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി ബാച്ചാണ് അശ്വ ബാച്ച് എന്ന് പറയുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോടാ. നിങ്ങളുടെ വിജയം നിങ്ങൾ ഉറപ്പിച്ചോ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ വിജയം വരെയും.